നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുത്തൻ വീഡിയോ ആയിട്ട് നമ്മൾ എത്തുകയാണ്. അന്നേരം ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ വെക്കുക. ഇന്ന് നമ്മൾ ഭ്രമയുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ഫെബ്രുവരി 15 റിലീസ് ചെയ്യുമെന്നുള്ളത് കൺഫേം ഡേറ്റായി. അതിൻ്റെ സെൻസറിങ്ങും കഴിഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സെൻസറിങ് കഴിഞ്ഞ് അതിന് UA സർട്ടിഫിക്കറ്റ് ആണ്. നമുക്കറിയാം, UA സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം പണ്ടത്തെ കൂടുതൽ മിക്കവാറുള്ള സിനിമകളല്ല ഇപ്പം UA സർട്ടിഫിക്കറ്റ് അങ്ങനെ വയലൻസ് കൂടുതൽ അല്ലെങ്കിൽ രക്തം ചീന്തുന്ന ഒക്കെ സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് UA സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം അതിനകത്ത് അങ്ങനെ ഒരു ഇത് കൊടുത്തത്. ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കാണാൻ പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തുന്നതിനുള്ള ഒരു 5 കാരണങ്ങൾ എനിക്ക് തോന്നിയ, അതിൻ്റെ ടീസർ മുതൽ എൻ്റെ ഫസ്റ്റ് ലുക്ക് മുതൽ എനിക്ക് തോന്നിയ 5 കാരണങ്ങൾ. ഇത് തള്ളി പ്രതീക്ഷ കയറ്റുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. കൃത്യമായ എനിക്ക് തോന്നിയ 5 കാരണങ്ങളായിരിക്കും. അത് മിക്കവാറുള്ള പ്രേക്ഷകൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും ആ തോന്നലുണ്ടാകാം. 5 കാരണങ്ങളിൽ ആദ്യത്തെ കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനാണ്, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. നമുക്കറിയാം, സംവിധായകന് പിഴച്ചാൽ എല്ലാം പിഴച്ചു. സംവിധായകൻ നന്നായാൽ, സംവിധാനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായാൽ, ടെക്നീഷ്യൻസ് എല്ലാം ഒത്തൊരുമിച്ച് പറഞ്ഞാൽ അതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് ആരാണ്? സംവിധായകനാണ്. രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അധികം ആരും കാണത്തില്ലായിരിക്കും. കണ്ടവർ ഒരുപാട് പേര് കാണും, കാണാത്തവർ ഒരുപാട് പേര് കാണും. റെഡ് റെയിൻ എന്ന് പറഞ്ഞ സിനിമയാണ്. നരേനൊക്കെ നായകനായ സിനിമയാണ്. അത് കൊമേഴ്സ്യലി പരാജയപ്പെട്ടൊരു സിനിമയാണ്. രണ്ടാമത്തെ സിനിമ അത് 2013 തോന്നുന്നു. രണ്ടാമത്തെ സിനിമ OTT കോവിഡിൻ്റെ സമയത്തൊക്കെ ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമ എന്ന് പറയുന്നത് ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമയാണ്. ഞെട്ടിച്ച സിനിമയാണ്. രേവതിക്ക് സംസ്ഥാന അവാർഡും ഒക്കെ കിട്ടിയ ഭയം എന്ന് പറയുന്ന കാര്യം വളരെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. അത് ആ വികാരം, നമുക്ക് ഭയം എന്ന് പറഞ്ഞ വികാരം നമ്മളിലേക്ക് ഭയങ്കരമായിട്ട് പ്രവേശിക്കുന്ന പോലെ തോന്നുന്ന, ഫീൽ ചെയ്യുന്ന സിനിമയാണ്. 2 പ്രധാന കഥാപാത്രങ്ങളുള്ളതിനകത്ത് ഒരാൾ അതിനകത്ത് രേവതിയും 2 ഷൈൻ നിഗവുമായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അല്ലാതെ വലിയ കഥാപാത്രങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നു. വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ. OTT പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു സിനിമയായിരുന്നു. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഇദ്ദേഹത്തിൽ അർപ്പിക്കുന്ന, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലും വന്ന് തള്ളി പറഞ്ഞിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. അന്നേരം അദ്ദേഹത്തിന് ആ ഒരു ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ രണ്ടാമത് ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചിലപ്പോൾ ഹോളിവുഡിലൊക്കെ ചിലപ്പം സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലാതെ നോക്കുമ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ നമ്മൾ ഫുള്ളി കണ്ടേക്കുന്ന എൻ്റെ ഓർമ്മയിൽ എനിക്കില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ മലയാള ചിത്രങ്ങൾ ഏതെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ TV-കളിൽ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അന്നേരം എനിക്ക് തോന്നുന്നു അതൊരു ഒരു പുതുമയായ കാര്യമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നുള്ളൊരു രസകരമായൊരു കാര്യം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. മൂന്നാമത്തത് 2 കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ഇതെനിക്കൊരു ഹൊറർ ത്രില്ലറാണെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഭയം എന്ന് പറയുന്നൊരു കാര്യം അതിനകത്ത് കാണും. കാരണം അതിനകത്തെ ടീസർ വന്നപ്പോൾ അതിനകത്തൊരു മനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അന്നേരം ഭയം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് കാണും. രണ്ടാമത് ഇതിനകത്തെ പ്രൊഡക്ഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. വൈനോട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ നല്ല സിനിമകളും പുതുമുഖ സംവിധായകരെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസാണത്. അവരിലൊരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ, അതായത് ഇങ്ങനെയുള്ള ഹൊറർ അല്ലെങ്കിൽ ഈ തീമൊക്കെ, ഭയം, ഇങ്ങനെയുള്ള തീമൊക്കെ ബേസ് ചെയ്യുന്ന പടങ്ങൾ കൂടുതലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ. ഈ 2 പേരൂടെ ചേരുമ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാതെ അവർ ഏറ്റെടുക്കത്തില്ല എന്നൊരു തോന്നൽ. ഇതും ഹൈപ്പ് കയറ്റാൻ വേണ്ടിയൊന്നുമല്ല, ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ്. നാലാമത്തതായിട്ട് ഇതിനകത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് 10-60 ക്യാരക്ടേഴ്സോ പ്രമുഖരായിട്ടുള്ള ക്യാരക്ടേഴ്സോ ഒന്നുമില്ല. ആകെ എനിക്കൊന്ന് 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു 3 ക്യാരക്ടേഴ്സൊക്കെ ആയിരിക്കും കൂടുതൽ. 5 ക്യാരക്ടേഴ്സ് ഞാൻ ആ ടീസറിനകത്ത് കണ്ടുള്ളൂ. 5 ക്യാരക്ടേഴ്സ് കൊണ്ടാണ് സിനിമ മൊത്തത്തിൽ പോകുന്നത്. ഒരു ക്യാരക്ടർ വെച്ച് ഇഷ്ടംപോലെ സിനിമകളുണ്ട്, പക്ഷേ 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതൊരു പുതുമയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 5 ക്യാരക്ടേഴ്സ്
ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല, 5 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അഞ്ചാമത്തത് ഏറ്റവും ഗംഭീരമായ ഈ സിനിമ കാണാൻ നമുക്ക് പ്രചോദനമാകുന്ന കാരണം മമ്മൂട്ടി എന്ന മഹാനടൻ എന്നുള്ളതാണ്. കാരണം പരീക്ഷണങ്ങൾക്കെന്നും നിന്നു കൊടുക്കുന്ന വിധേയനാകുന്ന ഒരു നടൻ, എവിടെ നല്ല റോളുകളുണ്ടെങ്കിൽ അത് പുതുമുഖത്തിനോടാണെങ്കിലും ചോദിച്ചു മേടിക്കുന്ന നടൻ, എത്രയോ പുതുമുഖ സംവിധായകർക്ക് അവസരങ്ങൾ കൊടുത്ത നടൻ. അന്നേരം അദ്ദേഹം ഒന്നുമില്ലാതെ ഈ സിനിമ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ കോവിഡിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ ഏതായാലും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഇപ്പം നൻപത് നേരത്ത് മയക്കോ അല്ലെങ്കിൽ കാതലോ പുഴുവോ ഇങ്ങനെയുള്ള സിനിമകൾ ഏതെടുത്താലും അതിനകത്ത് കൊമേഴ്ഷ്യൽ എലമെൻറ്റോ അല്ലാത്ത നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം, അദ്ദേഹം ഇന്ന് വരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് ഒരു പരിധി വരെ കൊമേഴ്ഷ്യലി വിജയിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അന്നേരം ഈ സിനിമയിൽ അദ്ദേഹം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു നമുക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം എന്തെങ്കിലും ഇല്ലാതെ ഈ സിനിമ മമ്മൂട്ടി എന്ന മഹാനടൻ തിരഞ്ഞെടുക്കത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, ആ റോള് ഗംഭീരമായിരിക്കും. ആ റോൾ അദ്ദേഹം ചെയ്യുന്ന ആ ക്യാരക്ടർ ഗംഭീരമായി വരും എന്നുള്ളത് ടീസർ എന്നുള്ള രീതിയിൽ നമുക്കത് കാണുമ്പോഴേ അതറിയാം, ഗംഭീരമായിരിക്കും. ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ് ബ്രഹ്മയുഗം ഞാൻ പേഴ്സണലി കാണാൻ കാത്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 3 കാര്യങ്ങൾ ഈ പറഞ്ഞ രാഹുൽ സദാശിവൻ ഭൂതകാലത്തിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, പിന്നെ മമ്മൂട്ടി എന്ന നടൻ ഇതിനകത്ത് പാർട്ടാകുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഹൈപ്പൊന്നും ഇല്ലാതെ തീർത്തും പരീക്ഷണമായ ഒരു ചിത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം പരീക്ഷണമാണല്ലോ, 5 കഥാപാത്രങ്ങളേ ഉള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇങ്ങനെയുള്ളതെല്ലാം ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ്. അല്ലാതെ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം, പൂർണ്ണമായ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. അല്ലാതെ വലിയ സംഭവങ്ങളായിട്ടോ ബഹളങ്ങളായിട്ടോ ഒന്നും വരുന്നൊരു സിനിമയല്ല. പിന്നെ വ്യത്യസ്തമായിട്ടാണ് അവരുടെ പോസ്റ്റർ ഡിസൈനിങ്, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. അന്നേരം ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഫെബ്രുവരി 15 റിലീസാണ്. കൂടുതൽ അപ്ഡേറ്റ്സും ട്രെയിലറും കാര്യങ്ങളും എല്ലാം അവർ തന്നെ പുറത്തു വിടുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ട്രെയിലർ ഡീകോഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ, എൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി, ഭയങ്കര കൊമേഴ്ഷ്യൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നിയായിട്ട് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലുപരി ഒരു തിയേറ്ററിക്കൽ വാച്ച്, അതെങ്ങനെ ഏത് രീതിയിലാകും എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് ഫെബ്രുവരി 15 നേരിട്ട് കാണാം. അതുവരെ പുത്തൻ വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുക. ബൈ.